ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. KS വിജ്ഞാപനം വന്നോ അതോ വരാനിരിക്കുകയാണോ തുടങ്ങി നിരവധി ചർച്ചകളിലൂടെയാണ് അല്ലെ നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ന്യൂസ് റിപ്പോർട്ടിൽ ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട്. KS വിജ്ഞാപനം ഉടൻ വരുന്നു, 31 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് നോക്കാം. KS വിജ്ഞാപനം വന്ന് 6ാം വർഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ 2ാം വിജ്ഞാപനം തയ്യാറാകുന്നു. അതായത് 2019 നവംബർ 1-നാണ് ആദ്യത്തെ വിജ്ഞാപനം വന്നത്. ഇപ്പം 6 വർഷം ആകാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ വിജ്ഞാപനം വരാനുള്ള തീരുമാനം ആയിരിക്കുന്നത്. അതിലേക്ക് 31 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രതീക്ഷിത ഒഴിവുകൾ നമുക്കിനി കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം അല്ലെ. 3 കാറ്റഗറികളിലായിട്ടായിരിക്കും ഇതിന്റെ വിജ്ഞാപനം നടക്കാൻ പോകുന്നത്. നേരിട്ടുള്ള വിജ്ഞാപനത്തിന് പുറമെ തസ്തികാ മാറ്റത്തിന് 2 കാറ്റഗറികൾ ഉണ്ടാവും. നേരിട്ടുള്ള നിയമനത്തിന് 21 മുതൽ 32 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ തസ്തിക മാറ്റത്തിന് 21 തൊട്ട് 40 വയസ്സ് വരെയും 1ാം ഗസറ്റഡ് തസ്തികയിലുള്ളവരുടെ തസ്തികാ മാറ്റത്തിന് 50 വയസ്സ് പൂർത്തിയാകാനും പാടില്ല. അപ്പം ആ ഒരു ഏജിന്റെ ലിമിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിരുദമാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള അടിസ്ഥാന യോഗ്യത. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് KS എക്സാം എഴുതാൻ പറ്റുന്നതാണ് അല്ലേ. 2 ഘട്ട പരീക്ഷയായിരിക്കും ഇതിനുണ്ടാകുന്നത്. പ്രിലിമിനറിയും മെയിൻസ് പരീക്ഷയും. ഇതിൽ പ്രിലിമിനറി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പരീക്ഷയും മെയിൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയും ആയിരിക്കും. കഴിഞ്ഞ തവണ KS വിളിച്ചപ്പം അതിൽ 105 പ്രതീക്ഷിത ഒഴിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു 31 ഒഴിവുകൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിത ഒഴിവുകളിലേക്കായിരിക്കും വിജ്ഞാപനം വരാൻ പോകുന്നത്. അപ്പം ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു UPSC ലെവലിലുള്ള പഠനമാണ് നമുക്കിതിന് ആവശ്യം. നമ്മൾ ഓൾറെഡി ഇപ്പം 2019-ലാണല്ലോ KSന്റെ നോട്ടിഫിക്കേഷൻ വന്നതും അതിന്റെ എക്സാം ഒക്കെ ആ ഒരു ടൈമിലാണ് നടന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊന്നുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് ഒരു UPSC ലെവലിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ KSന്റെ വിജ്ഞാപനം നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്